ഹലോ നമസ്കാരം. ഇൻസൈറ്റ് 360 എല്ലാവർക്കും സ്വാഗതം. ഇന്ന് കോഴ്സുകളുടെ അപ്ഡേഷൻസ് ആയിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. ഇതുപോലെ അപ്ഡേഷൻസിനായിട്ട് ഇൻസൈറ്റ് 360യുടെ സോഷ്യൽ മീഡിയ പേജസുകളെല്ലാം തന്നെ ഒന്ന് ഫോളോ ചെയ്യുക. ഒപ്പം ഇൻസൈറ്റ് 360 യൂട്യൂബ് ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യും. നിങ്ങൾ ഫോളോ ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട് സർക്കിളിൽ ഇടുന്ന ഷെയർ ചെയ്യാനായിട്ട് മറക്കരുത്. എയറോനോട്ടിക്കൽ എഞ്ചിനീയറിംഗ് വൈസ് എയറോസ്പേസ് എയർക്രാഫ്റ്റ് മെയിൻ്റനൻസ് എഞ്ചിനീയറിംഗിനെ കുറിച്ചിട്ടാണ് നമ്മൾ നോക്കുന്നത്. കുട്ടിക്കാലം മുതൽ നമുക്ക് ഫാസിനേഷൻ ഉള്ളൊരു കാര്യമാണ് പറക്കുക അല്ലെങ്കിൽ ഫ്ലൈയിങ്. ഈ ഫാസിനേഷനുമായ ഭാഗമായിട്ട് തന്നെ വലുതാകുമ്പോൾ അതുമായി ബന്ധപ്പെട്ട കരിയറിലേക്ക് എത്തുക എന്നത് പലരുടെയും ഒരു സ്വപ്നം തന്നെയാണ്. ഈ മേഖലയിലെ കരിയറുകളുമായിട്ട് ബന്ധപ്പെട്ട് ചിന്തിക്കുമ്പോൾ കുറച്ചധികം കോഴ്സുകൾ നമ്മുടെ മനസ്സിലേക്ക് വരും. പൈലറ്റ് ഒഴികെയുള്ള പറക്കുന്ന യന്ത്രങ്ങളെ മാനേജ് ചെയ്യുന്ന കരിയറുകളും കോഴ്സുകളുമാണ് ഈ വീഡിയോയിൽ ഇന്ന് പ്രധാനമായിട്ട് നമ്മൾ സംസാരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ വിദ്യാഭ്യാസ യാത്രയിൽ സെൻട്രൽ ഗവൺമെന്റ്, സ്റ്റേറ്റ് ഗവൺമെന്റ്, പ്രൈവറ്റ് ഡീംഡ് യൂണിവേഴ്സിറ്റി എൻട്രൻസ് പരീക്ഷകൾ അതിന്റെ ആപ്ലിക്കേഷൻസ് ഓപ്പൺ ആകുന്നത്, എന്നാൽ അത് ശരിയായ വിവരങ്ങൾ അർഹരായ സ്റ്റുഡൻസിലേക്ക് എത്തുന്നില്ല. ഈ ഒരു ഗ്യാപ്പ് നമ്മൾ ഫിൽ ചെയ്യാനായിട്ടാണ് ഇൻസൈറ്റ് 360 എന്ന് പറയുന്ന ആപ്പ് വന്നിരിക്കുന്നത്. ഇപ്പൊ സർക്കാർ അംഗീകാരമുള്ള ഏക ടെക് സ്റ്റുഡൻറ് സപ്പോർട്ട് മൊബൈൽ ആപ്പാണിത്. എല്ലാം ഇനി നിങ്ങളുടെ വിരൽത്തുമ്പിൽ തന്നെ നിങ്ങളുടെ യോഗ്യത പരിശോധിച്ചുകൊണ്ട് നിങ്ങൾക്ക് ലഭിക്കാവുന്ന എല്ലാ സ്കോളർഷിപ്സുകളും, ഫണ്ടിങ്ങുകളും, കോളേജ് അഡ്മിഷൻസുകളും, പ്രവേശന പരീക്ഷ, എൻട്രൻസ് എക്സാംസുകൾ എല്ലാം തന്നെ ഇതിലൂടെ നിങ്ങൾക്ക് അറിയാം. മെറിറ്റ് സീറ്റ്സുകൾ, അതുപോലെ പ്രൊഫൈൽ മാനേജ്മെന്റ് എല്ലാം ഇനി ഇൻസൈറ്റ് 360യിൽ നിങ്ങൾക്ക് ലഭിക്കും. നിങ്ങളെ സഹായിക്കാൻ PhD തലത്തിലുള്ള മികച്ച അക്കാദമിക് ആയിട്ടുള്ള ടീംസുകൾ നമ്മുടെ പിന്നിലുണ്ട്. സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെന്റ് റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമായ ഇൻസൈറ്റ് 360 ആപ്പ് നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ നിന്ന് സൗജന്യമായിട്ട് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. പ്രധാനമായിട്ടും എയറോസ്പേസ് എഞ്ചിനീയറിംഗ്, എയറോനോട്ടിക്കൽ എഞ്ചിനീയറിംഗ്, എയർക്രാഫ്റ്റ് മെയിൻ്റനൻസ് എഞ്ചിനീയറിംഗ് എന്നിവയാണ് നമ്മൾ ഈ മേഖലയിൽ പ്രധാന കോഴ്സുകളായിട്ട് വരുന്നത്. അപ്പം ഇങ്ങനെയുള്ള എഞ്ചിനീയറിംഗ് പ്രോഗ്രാമുകൾ പഠിക്കാനായിട്ട് ഇന്ത്യയിലെ ഏറ്റവും പ്രീമിയം ആയിട്ടുള്ള സ്ഥാപനമാണ് IIST, അഥവാ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പേസ് സയൻസ് ആൻഡ് ടെക്നോളജി. ഇത് ട്രിവാൻഡ്രത്താണ് സ്ഥിതി ചെയ്യുന്നത്. എയറോസ്പേസ് എഞ്ചിനീയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എയറോസ്പേസ് എഞ്ചിനീയറിംഗിനെ കുറിച്ച് ഒരു വാസ്റ്റ് ആയിട്ടുള്ള ഒരു പ്രോഗ്രാം തന്നെയാണിത്. അപ്പോൾ എയർക്രാഫ്റ്റുമായിട്ടുള്ള ബന്ധപ്പെട്ടുള്ളതോ അല്ലെങ്കിൽ സ്പേസ് ക്രാഫ്റ്റുകളുമായി ബന്ധപ്പെട്ടതുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളുടെയും ഡിസൈനിങ്, ഡെവലപ്പിംഗ് അല്ലെങ്കിൽ ടെസ്റ്റിംഗ് എന്നിവയെല്ലാം ഇതിൻ്റെ അണ്ടറിലാണ് വരുന്നത്. സ്പേസ് ക്രാഫ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ട്രാവൽ ചെയ്യാറുള്ള എയറോപ്ലെയിനുകളോ അല്ലെങ്കിൽ ഹെലികോപ്റ്ററുകളോ മാത്രമല്ല ഉദ്ദേശിക്കുന്നത്. റോക്കറ്റ് പോകുമ്പോൾ അതും ഈ ഒരു ഗണത്തിൽ പെടുന്ന ഒന്ന് തന്നെയാണ്. അപ്പോൾ അതിനാൽ അതിൻ്റെ പഠനം ഇതിൻ്റെ ഭാഗമായിട്ട് തന്നെ വരും. ഇതിൻ്റെ എലിജിബിലിറ്റി എന്ന് പറയുന്നത് 12ാം ക്ലാസ്സിൽ നിങ്ങൾ ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ് വിഷയങ്ങൾ എടുത്ത് പഠിച്ചിട്ടുള്ള കുട്ടികളായിരിക്കണം. IIST പോലെയുള്ള പ്രീമിയം സ്ഥാപനങ്ങളിൽ നിങ്ങൾക്ക് പ്രവേശനം ലഭിക്കാനായിട്ട് JEE മെയിനും JEE അഡ്വാൻസും നിങ്ങൾ ക്ലിയർ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇന്ത്യയിലെ പ്രൈവറ്റ് സ്ഥാപനങ്ങളും യൂണിവേഴ്സിറ്റികളും ഇത്തരം കോഴ്സുകൾ ലഭ്യമാണ്. അവിടെയും അവരുടേതായിട്ടുള്ള പർട്ടിക്കുലർ എൻട്രൻസ് എക്സാംസുകൾ നിങ്ങൾ എഴുതി പ്രവേശിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇത്തരം കോഴ്സുകൾ പഠിക്കുമ്പോൾ വലിയ സ്ഥാപനങ്ങളിൽ പോയി പഠിക്കാനാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇത്തരം സ്ഥാപനങ്ങൾ ഇന്ത്യയുടെ എല്ലാ കാര്യങ്ങളും ഹാൻഡിൽ ചെയ്യുന്ന ഗവൺമെന്റ് അതോറിറ്റിയുമായിട്ട് കണക്ഷൻസ് ഉണ്ട്. ചന്ദ്രയാൻ അല്ലെങ്കിൽ മംഗളയാൻ പോലെയുള്ള കാര്യങ്ങൾ നടക്കുന്ന സമയത്ത് അതിൽ ഇൻവോൾവ് ചെയ്യാനുള്ള അവസരം ഇത്തരം സ്ഥാപനങ്ങൾ പഠിക്കുന്ന കുട്ടികൾക്ക് ലഭിക്കാറുണ്ട്. അടുത്താണ് ഏവിയോണിക്സ് ആൻഡ് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ. അതായത് പണ്ട് ഇതിനെ ഏവിയോണിക്സ് എന്നാണ് വിളിച്ചിരുന്നത്. ഇപ്പോൾ ഇതിനെ BTech ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എന്നാണ് പറയുന്നത്. ഇപ്പോൾ ഏവിയോണിക്സ് എന്നാൽ ഏവിയേഷൻ ഇലക്ട്രോണിക്സ് എന്നാണ്. നമ്മുടെ ഒരു സ്പേസ് ക്രാഫ്റ്റിലോ എയർ ക്രാഫ്റ്റിലോ വരുന്ന കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം ഇല്ലാതെ കാര്യങ്ങൾ നടക്കില്ല. അപ്പോൾ അതിനെ ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള ഒരു പഠനമാണിത്. അപ്പോൾ ഗ്രൗണ്ട് കമ്മ്യൂണിക്കേഷൻ മാത്രമല്ല, ഇന്റേണൽ കമ്മ്യൂണിക്കേഷനുകളും ഇതിനകത്ത് ഉൾപ്പെടുന്നുണ്ട്. നെക്സ്റ്റ് വരുന്നതാണ് എയറോനോട്ടിക്കൽ എഞ്ചിനീയറിംഗ്. അതായത് എയറോനോട്ടിക്കൽ എഞ്ചിനീയറിംഗ് എന്നത് എയറോസ്പേസ് എഞ്ചിനീയറിംഗിന് ഒരു സബ്സെറ്റ് ആയിട്ട് കണക്കാക്കാവുന്ന ഒന്നാണ്. എയറോസ്പേസ് മേഖല പോലെ തന്നെ ഒരു വാസ്റ്റ് ഏരിയ ആണ് എയറോനോട്ടിക്കൽ എഞ്ചിനീയറിംഗ്. പഠിക്കുമ്പോൾ നമുക്ക് എയർക്രാഫ്റ്റുകളുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ആ ഒരു ഏരിയയിൽ മാത്രം നിൽക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇത് ഓപ്റ്റ് ചെയ്യാം. ഇതിന് പ്ലസ് ടുവിന് നമ്മൾ ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ് വിഷയങ്ങൾ അത്യാവശ്യമായിട്ട് ഒന്നാണ്. എയർക്രാഫ്റ്റ് മെയിൻ്റനൻസ് എഞ്ചിനീയറിംഗിൽ മുകളിൽ പറഞ്ഞ കോഴ്സുകൾ എയറോസ്പേസ്, ഏവിയോണിക്സ്, എയറോനോട്ടിക്കൽ ഒരു BTech മോഡലിലാണ് നൽകുന്നത്. എങ്കിൽ എയർക്രാഫ്റ്റ് മെയിൻ്റനൻസ് എഞ്ചിനീയറിംഗ് AME ഒരു ലൈസൻസ് പ്രോഗ്രാം കൂടിയാണ്. അപ്പോൾ എയർക്രാഫ്റ്റ് മെയിൻ്റനൻസ് ചെയ്യാനുള്ള പഠനമാണ് ഇതിൽ ചെയ്യുന്നത്. ചെറിയ റോഡ് അപകടങ്ങൾ പോലെയല്ല ഒരു ഫ്ലൈറ്റിലെ പ്രശ്നങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഓരോ എയർക്രാഫ്റ്റിലും ഓരോ തരത്തിലാണ് നമുക്ക് പ്രശ്നങ്ങൾ വരിക. അപ്പോൾ ഈ വിവിധ തരത്തിലുള്ള എയർക്രാഫ്റ്റുകളെ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാനും എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ അത് ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണെന്നും ഡീറ്റെയിൽ ആയിട്ട് ഈ ലൈസൻസിങ് പ്രോഗ്രാമിൽ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം DGC-യുമായിട്ട് കണക്ട് ചെയ്തിട്ടാണ് ഈ ലൈസൻസിങ് പ്രോഗ്രാം സ്ഥാപനങ്ങൾ ഇഷ്യൂ ചെയ്യുന്നത്. ഇതിനുള്ള ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് നമ്മൾ പ്ലസ് 2 കഴിഞ്ഞിട്ട് നമുക്ക് പ്രവേശിക്കാം. അതുപോലെ തന്നെ പോളിടെക്നിക് പഠിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ നിന്ന് നമുക്ക് എൻ്റർ ആവാം. അല്ലെങ്കിൽ BTech പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ഈ ലൈസൻസ് പ്രോഗ്രാമിലേക്ക് എൻ്റർ ചെയ്യാവുന്നതാണ്. അതുപോലെ ചില പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികളും BTech ഏവിയേഷൻ ഫിസിക്സ് എന്ന കോഴ്സുകൾ ഓഫർ ചെയ്യാറുണ്ട്.
നിങ്ങൾക്ക് ഫിസിക്സും മാത്സും ഇഷ്ടമാണ്, അതുകൊണ്ട് ഈ ഒരു സ്പേസുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും എന്ന് കരുതി മാത്രം ഈ കോഴ്സിലേക്ക് പോകരുത്. ഇതിൽ നല്ലോണം കെമിസ്ട്രിയും വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ എന്തോ ഒരു സാധനം നമ്മൾ പറക്കുന്നത് ഉണ്ടാക്കുകയാണെങ്കിലും അതിൽ ഫ്യൂവൽ വേണം. അപ്പോൾ ഫ്യൂവൽ എത്ര നന്നായി സേവ് ചെയ്യാം എന്നുള്ളതാണ് ഒരു സിസ്റ്റത്തിലെ പ്രൊഡക്ടിവിറ്റിയെയും അല്ലെങ്കിൽ അതിൻ്റെ കാര്യങ്ങളെ സൂചിപ്പിക്കുന്നത്. അപ്പോൾ അതിനാൽ ഡിസൈനിങ്ങിലും ഡെവലപ്മെൻറ്റും ഇത്തരം കാര്യങ്ങൾ ചിന്ത വളരെ പ്രധാനമായിട്ട് ഒരു കാര്യം തന്നെയാണ്. അതുപോലെ തന്നെ സയൻസിനകത്ത് ഒരു വിഷയം ഇഷ്ടമല്ല എന്നുള്ള മനോഭാവത്തോടെ ഈ ഒരു കോഴ്സിനെ സമീപിച്ചാൽ അത് ബുദ്ധിമുട്ടാവും. അപ്പോൾ അടിസ്ഥാനപരമായിട്ട് ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ് എന്നിവയിലെല്ലാം നിങ്ങൾക്ക് നല്ല താല്പര്യവും നല്ല അടിസ്ഥാനപരമായിട്ടുള്ള നോളജും ഉണ്ടെങ്കിൽ മാത്രമേ ഇത്തരത്തിലുള്ള കോഴ്സുകൾ എടുക്കുമ്പോൾ നിങ്ങൾക്ക് ഷൈൻ ചെയ്യാനും നല്ല രീതിയിലൊരു കരിയർ പെർസ്യൂം ചെയ്യാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇത്തരത്തിലുള്ള ന്യൂ അപ്ഡേഷൻസിനായിട്ട് ഇൻസൈറ്റ് 360യുടെ സോഷ്യൽ മീഡിയ പേജസുകളെല്ലാം തന്നെ നിങ്ങൾ ഫോളോ ചെയ്യുക. ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് കൂടുതലായിട്ട് വിവരങ്ങൾ ഞങ്ങളുടെ മെൻറ്റേഴ്സുമായിട്ട് സംസാരിക്കണമെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഡയറക്റ്റ്ലി നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്.